ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 10ാം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് നമ്മുടെ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ. അതിന് പല കുട്ടികളും ആവശ്യപ്പെട്ട ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അതിലെ A+ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. രണ്ടാം കൃതി സമവാക്യങ്ങൾ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതിൻ്റെ നേരെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി വരുന്ന ഒരു പാർട്ട് കൂടിയുണ്ട്, പോളിനോമിയൽസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും. അതിൻ്റെയും A+ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 3 വളരെ പ്രധാനപ്പെട്ട വ്യത്യസ്ത 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പുസ്തകവും പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഈ ക്വസ്റ്റ്യൻസ് 2-3 തവണ ചെയ്ത് നോക്കി സെറ്റ് ആക്കുക. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? When the radius r of a circle increased by 2, then the area becomes 16 pi. Write an equation. What is the radius of the circle? എടാ, ഒരു വൃത്തം, ആ വൃത്തത്തിന്റെ റേഡിയസ് ആരം 6 ആണെന്ന് വിചാരിക്കാം. അതിന്റെ റേഡിയസ് 2 കൂടി, 2 കൂടി, ഇപ്പൊ 6 ആണെങ്കിൽ 6 കൂടി 2 കൂടി. ദെൻ അപ്പോ നമുക്ക് എന്ത് കിട്ടി? ഏരിയ എത്ര കിട്ടി? 16 പൈ കിട്ടി. അങ്ങനെയെങ്കിൽ റൈറ്റ് ആൻ ഇക്വേഷൻ എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ നോക്കാം. ഏരിയ, എടാ, ഏരിയന്റെ മലയാളം എന്താണ്? പരപ്പളവാണ്. പരപ്പളവ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയണം എന്തിന്റെ പരപ്പളവ്. എടാ, ഇവിടെ വൃത്തമാണ്, സർക്കിളാണ്. വൃത്തത്തിന്റെ, സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ആണ്. സെറ്റാണോ? എടാ, ഇവിടെ ഏരിയ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ 2 സെന്റിമീറ്റർ ആയിട്ട് കൂടി. അപ്പൊ പുതിയ ഏരിയ കാണുന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു ആർ. റേഡിയസ് 2 ആയിട്ട് കൂടി. അപ്പൊ പുതിയ റേഡിയസ് എത്രയായിരിക്കും? r+2 സ്ക്വയർ. നന്നായിട്ട് ശ്രദ്ധിച്ചേ, റേഡിയസ് 6 ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ ആണ് വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം. പക്ഷെ നമ്മളോട് പറഞ്ഞത് എന്താ? റേഡിയസ് 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇൻക്രീസ്ഡ് ബൈ 2. അപ്പൊ 2 കൂടിയപ്പോ റേഡിയസ് 6 നമ്മൾ മാറ്റി എഴുതി, r+2 ആയിട്ട് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഏരിയ എത്ര കിട്ടിയിട്ടുണ്ട്? 16 പൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. റൈറ്റ് ആൻ ഇക്വേഷൻ. നമ്മളോട് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. എന്താണ് ഇക്വേഷൻ? പൈ r+2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 പൈ. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞേ. അടുത്തത് വാട്ട് ഈസ് എ റേഡിയസ്? റേഡിയസ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. എടാ, ഇപ്പുറത്തൊരു പൈ ഉണ്ട്, അപ്പുറത്തൊരു പൈ ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? r+2 ഹോൾ സ്ക്വയർ സമം 16. സെറ്റാണോ? സ്ക്വയർ അപ്പുറത്തേക്ക് പോയി. അപ്പൊ ബാക്കി ഇവിടെ r+2 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ √16 സമം എത്ര കിട്ടി? 4 കിട്ടി. റെഡി? r+2 4 ആണെങ്കിൽ r സമം 4, +2 അപ്പുറത്തേക്ക് പോയാൽ -2, r സമം 2. അങ്ങനെയെങ്കിൽ റേഡിയസ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ് ചോദിച്ചത്. ഈ വൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചത്. ആരം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ഇത് എളുപ്പമാണ്, സംഭവം എളുപ്പമാണ്. പക്ഷെ ഇവിടെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ആണെന്നും അതിനോട് 2 കൂട്ടുമ്പോൾ റേഡിയസ് 6 പകരം r+2 വരുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ചെറിയൊരു ട്വിസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നതൊഴിച്ചാൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് പരിഗണിച്ചു എന്നുള്ളൂ. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. റേഡിയസ് 2 കൂടി എന്ന് പറഞ്ഞാൽ 6 കൂടി. അപ്പൊ പൈ ആർ സ്ക്വയർ എന്നുള്ളത് r² പകരം r+2 സ്ക്വയർ ആയി മാറി. റെഡിയാണല്ലോ? സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ ഇതിനും എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പോയി നോക്കാം. അതിന്റെ മലയാളപ്പുറത്തും കിട്ടും. എന്താ? ഒരു വൃത്തത്തിന്റെ ആരം, ആറിന് 2 വർധന ഉണ്ടാകുമ്പോൾ പരപ്പളവ് 16 പൈ ആകുന്നു. സമവാക്യം എഴുതുക. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? 1 angle of a cyclic quadrilateral x² and its opposite angle is 8x. എന്താ മലയാളം? ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഒരു കോൺ x² എതിർ കോൺ 8x. അങ്ങനെയെങ്കിൽ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ച് സമവാക്യം എഴുതുക. അല്ലെ? റൈറ്റ് ആൻ ഇക്വേഷൻ യൂസിങ് ദി പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ദെൻ ഫൈൻഡ് ആംഗിൾസ്. അങ്ങനെയെങ്കിൽ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞത്. എടാ, ഏതൊക്കെയാണ് കോണുകൾ? നമുക്ക് തന്ന കോണുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കോൺ x², രണ്ടാമത്തെ കോണ് 8x എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ട ആംഗിൾസ്. റെഡി? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ട ആംഗിൾസ്. ഇനി എന്താണ്? റൈറ്റ് ആൻ ഇക്വേഷൻ
യൂസിങ് ദി പ്രോപ്പർട്ടി ഓഫ് ദി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ തന്ന രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെ. തന്ന എന്താണ്? എതിർ കോണുകളാണ് നമുക്ക് തന്നത്. എടാ ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. യൂസിങ് ദി പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത ഉപയോഗിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത? എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം. എടാ നമുക്ക് തന്നത് എതിർകോണുകളാണെന്ന് ചോദ്യത്തിലുണ്ടല്ലോ. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? എ ക്വസ്റ്റ്യന്റെ ആൻസർ ഇക്വേഷൻ രൂപീകരിക്കാനാണ് പറഞ്ഞത്. എന്താ? ഒന്നാമത്തെ കോണായ എക്സ് സ്ക്വയറും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ 8x കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. എക്സ് സ്ക്വയർ പ്ലസ് 8x is equal to 180 കിട്ടണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. റൈറ്റ് ആൻ ഇക്വേഷൻ യൂസിങ് ദി പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോ നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 8x is equal to 180. എടാ അതിൽ ബി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി ആംഗിൾസ്, കോണുകൾ കണക്കാക്കുക. എങ്ങനെയാണ് നമുക്ക് കോണുകൾ കണക്കാക്കുക? എങ്ങനെ കോണുകൾ കണക്കാക്കുക? മക്കളൊന്ന് പറഞ്ഞേ. ഇതിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ എക്സ് സ്ക്വയർ പ്ലസ് 8x is equal to 180. എടാ ഇവിടെ ഒന്ന് കുറവുണ്ടല്ലോ. ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ടേം ഇവിടെ മിസ്സിംഗ് ആണ്. ഇവിടെ ഈ മിസ്സിംഗ് ആണ്. അത് തികക്കുന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? വർഗത്തികവാണ്, സ്ക്വയർ കംപ്ലീഷൻ ആണ്. എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. എത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 8. 8ന്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 4 സ്ക്വയർ ആഡ് ചെയ്തു. ഇപ്പുറത്തും എത്ര ആഡ് ചെയ്തു? 4 സ്ക്വയർ ആഡ് ചെയ്തു. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞേ. ഇവിടുന്ന് എക്സ് എടുത്തു, ഇവിടുന്ന് 4 എടുത്തു അല്ലെ. അപ്പോ ഇതിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ സമം 180ഉം 16ഉം എത്ര കിട്ടും? 196 കിട്ടും. സെറ്റ് ആണല്ലോ. അടുത്തത് എക്സ് പ്ലസ് 4 സമം √196. എടാ √196 എത്ര? √196. 15ന്റെ സ്ക്വയർ 225. അപ്പൊ 15ന്റെ താഴെയുള്ളതാണ് 14 ആണ്. എക്സ് പ്ലസ് 4 സമം 14. എക്സ് പ്ലസ് 4 സമം 14 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് സമം എത്രയാണ്? 14 മൈനസ് 4. എക്സ് സമം എത്ര കിട്ടി? 10 കിട്ടി. എടാ എക്സിന്റെ വാല്യൂ ആണ് 10 കിട്ടിയത്. നമുക്ക് കാണേണ്ടത് വാട്ട് ആർ ദി ആംഗിൾസ്, കോണുകൾ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പുറത്താണ് എഴുതുന്നത്. ആംഗിൾസ്, കോണുകൾ. ആംഗിൾസ് ഏതാണ്? ഒന്നാമത്തെ കോൺ എക്സ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ കോൺ എത്രയാണ്? 8x ആണ്. എടാ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 10 ആണ്. അപ്പൊ 10 സ്ക്വയർ സമം 100 ഡിഗ്രി. ഒന്നാമത്തെ കോൺ എത്രയാണ്? 100 ഡിഗ്രി. അടുത്തതോ 8x ആണ്. 8 × 10 സമം എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. അപ്പോ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു ചക്രീയ ചതുർഭുജം, ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ആദ്യത്തേത് എക്സ് സ്ക്വയർ ആണ്. ഒന്നാമത്തെ കോൺ എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ 8x ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. അത് വെച്ച് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കി, ഒരു രണ്ടാകൃതി സമവാക്യം ഉണ്ടാക്കി. അത് സോൾവ് ചെയ്തപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവൊക്കെ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 10 കിട്ടി. എടാ എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ ഒന്നാമത്തെ കോൺ എക്സ് സ്ക്വയർ ആണ്. അത് എക്സ് സ്ക്വയർ 10ന്റെ സ്ക്വയർ 100 ഡിഗ്രി ആണ്. രണ്ടാമത്തെ എതിർ കോൺ 8x ആണ്. 8 × 10 80 ആണ്. ഒന്ന് നോക്കിക്കേ, എതിർ കോണുകൾ കൂട്ടിയാൽ 180 ആണ്. 100ഉം 80ഉം എത്രയാണ്? 180 ആണ്. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായി ബന്ധപ്പെട്ടത് കണ്ടുകൊണ്ട് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. റെഡിയാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് നോക്കിക്കേ. കൺസിഡർ ദി അരിത്തമാറ്റിക് സീക്വൻസ് 1 3 5 7. ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 1 3 5 7 ആണ് അതിലെ പദങ്ങൾ അല്ലെ. 1 3 5 7 എന്ന സമാന്തര ശ്രേണി പരിഗണിച്ചു. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ആൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ടേം ഹൂസ് സ്ക്വയർ ഈസ് 961. ഏത് സ്ഥാനത്തെ പദത്തിന്റെ വർഗമാണ് 961? ഏത് സ്ഥാനത്തെ പദത്തിന്റെ വർഗമാണ്? ഫൈൻഡ് ദി പൊസിഷൻ. പൊസിഷൻ ആണ് കാണേണ്ടത്. ഏതിന്റെ? ദി ടേം, ഒരു ടേം.
അതിന്റെ സ്ക്വയർ എത്ര കിട്ടണം? 961. ആ ഏതിന്റെ സ്ക്വയർ ആണ് 961? ആ ടേമിന്റെ പൊസിഷൻ ഏതാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. n ആണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, n ആണ് നമുക്ക് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന് ആൻസർ ചെയ്യാൻ പോവാം. ആദ്യം ആ സീക്വൻസ് ഒന്ന് എഴുതാം. ഏതാ ശ്രേണി? 1, 3, 5, 7 എക്സെട്ര. എടാ ഒരു അരിതമാറ്റിക് സീക്വൻസ് കിട്ടിയാൽ ആദ്യം തന്നെ x1 എഴുതിക്കോ. x1 1 ആണ്. d പൊതുവ്യത്യാസം എത്രയാണ്? 2. ഇത്രയും എഴുതണം, നിർബന്ധമാണ്. ഇതാണ് എഴുതി വെച്ചോ. നമുക്ക് പകുതി ആശ്വാസമായി. ഏതൊരു സമാന്തര ശ്രേണിയിലെയും ആദ്യ പദവും പൊതുവ്യത്യാസം കാണാം. ഫസ്റ്റ് ടേം എത്രയാണ്? x1 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? കൂടി കൂടി പോകുന്നത് 2 ആണ്. പൊതുവ്യത്യാസം 2 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മളോട് ചോദിച്ചത് എന്താ? റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം. എടാ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം തുകയുടെ ബീജഗണിതമല്ല കേട്ടോ, സമാന്തര ശ്രേണിയുടെ ബീജഗണിതമാണ്. സമ്മിന്റെ ആൾജിബ്ര അല്ല, സീക്വൻസിന്റെ ആൾജിബ്രയാണ് ചോദിച്ചത്. ഇക്വേഷൻ പറഞ്ഞ് xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി. ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കരുത്. ഇക്വേഷൻ വിട്ടൊരു കളിയുമില്ല. ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കരുത്. എന്താണ്? xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അപ്പൊ xn സമം, ശ്രദ്ധിച്ചോ മക്കളെ ശ്രദ്ധിച്ചോ, xn സമം dn എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. അപ്പൊ 2n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം, 1 മൈനസ് ഡി എത്രയാണ്? 2 ആണ്. അങ്ങനെയെങ്കിൽ xn സമം 2n പ്ലസ് 1 മൈനസ് 2. 1 മൈനസ് 2 എത്രയാണ്? -1 ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. xn സമം 2n. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് നിൽക്കും, പ്ലസ് പോകും, -1. അപ്പൊ നമുക്ക് ബീജഗണിത രൂപം കിട്ടി. ആൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ് എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എന്താ? xn സമം 2n മൈനസ് 1 കിട്ടി. റെഡി ആണല്ലോ? ഇനി xn സമം 2n മൈനസ് 1 കിട്ടി. ഇനി ഒന്ന് നോക്കിക്കേ, എന്താ xn? എത്രാമത്തെയോ ഒരു പദം. x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം, x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം, xn എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പദം. ഏതോ ഒരു പദത്തിന്റെ സ്ക്വയർ എത്ര കിട്ടണം? 961 കിട്ടണം. ഏതോ ഒരു പദത്തിന്റെ സ്ക്വയർ എത്ര കിട്ടണം? 961 കിട്ടണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഇപ്പുറത്ത് ചെയ്യാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. xnന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടണം? 961 കിട്ടണം. റെഡി അല്ലേ? എടാ xn എത്രയാണ്? 2n മൈനസ് 1 ഹോൾ സ്ക്വയർ സമം എത്ര കിട്ടണം? 961 കിട്ടണം. അങ്ങനെയെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ, 2n മൈനസ് 1 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 961 ആണ്. 2n മൈനസ് 1 സമം റൂട്ട് 961. 961ന്റെ റൂട്ട് എത്രയാണ്? 31 ആണ്. അങ്ങനെയെങ്കിൽ 2n സമം -1 അപ്പുറത്തേക്ക് പോയാൽ 31 പ്ലസ് 1. 2n സമം നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. എടാ 2n ആണ് 32. 2n ആണ്. 2n സമം 32. അങ്ങനെയാണെങ്കിൽ n സമം 32/2. n സമം നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. ചോദ്യം എന്താ? ഏത് സ്ഥാനത്തിന്റെ പദത്തിന്റെ വർഗമാണ് 961? എടാ ഈ അരിതമാറ്റിക് സീക്വൻസ്, ഈ സമാന്തര ശ്രേണിയിലെ 16ാമത്തെ പദം എടുത്ത് അതിന്റെ സ്ക്വയർ കണ്ടാൽ, ഈ അരിതമാറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയിലെ 16ാമത്തെ പദം എടുത്ത് അതിന്റെ സ്ക്വയർ കണ്ടാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 961. നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ശ്രേണിയിലെ 16ാമത്തെ പദം എത്രയെന്ന് നമുക്കൊന്ന് കാണാം. 16ാമത്തെ പദം എത്രയെന്ന് കാണാം. ഓക്കെ, ഇപ്പുറത്ത് തന്നെ കാണാം. 16ാമത്തെ പദം x16 എന്താ? 2n മൈനസ് 1 ആണ്. This is equal to 2 into 16 minus 1 is equal to 32 minus 1 is equal to 31. അതായത് ഇതിലെ 16ാമത്തെ പദം 31 ആണ്. ഇനി 31ന്റെ സ്ക്വയർ എത്രയാണ്? 31 into 31 എത്ര തന്നെയാണ്? 961. അപ്പോ ഈ അരിതമാറ്റിക് സീക്വൻസിലെ 16ാമത്തെ പദം എത്രയാണ്? 31. ആ 31ന്റെ സ്ക്വയർ എത്രയാണ്? 961. അപ്പൊ ഏത് സ്ഥാനത്തിന്റെ പദത്തിന്റെ വർഗമാണ് 961? 16ാമത്തെ 16th ടേം, 16ാമത്തെ. ഈ സമാന്തര ശ്രേണിയിലെ ഈ അരിതമാറ്റിക് സീക്വൻസിലെ 16ാമത്തെ പദം എടുത്ത് ആ പദത്തിന്റെ സ്ക്വയർ വർഗം കണ്ടാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? 961. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണ്ട,
എന്താണ് അവിടെ നടക്കുന്ന ഒരു ഗെയിം, എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു അത്ഭുതം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 3 വ്യത്യസ്ത തരം ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത് വൃത്തത്തിന്റെ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. രണ്ടാകൃതി സമവാക്യത്തിൽ നമ്മൾ അധികം ത്രികോണത്തിന്റെ പരപ്പളവ്, ചതുരത്തിന്റെ പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ്, ഈ 3 കാറ്റഗറിയിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത്. പക്ഷെ വൃത്തത്തിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെ, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം എന്നുള്ള ആശയവുമായി ബന്ധപ്പെടുത്തി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ചെയ്തു. അടുത്തത് സമാന്തര ശ്രേണികൾ, അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ എന്റെ മക്കൾ 3 ക്വസ്റ്റ്യനും സെറ്റായിട്ട് പഠിച്ചു പോവുക. സെക്കൻഡ് ഡിഗ്രിയിൽ ഇതിനും നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിന്റെ വേറെ പാർട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ വൃത്തിക്ക് പഠിച്ച് സെറ്റായിട്ട് പരീക്ഷയ്ക്ക് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ പോവുക. സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തികച്ചും സൗജന്യമാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ജനുവരി മുതൽ കൃത്യമായി ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് പോവുകയാണ്. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ജനുവരി മുതൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ 13ാമത്തെ ചാപ്റ്റർ വരെ കൃത്യമായിട്ട് ടോപ്പിക്, കണ്ടന്റ്, കീ കൺസെപ്റ്റ്, ഫോക്കസ് ഏരിയ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ്, സ്റ്റഡി പ്ലാൻ, കംപ്ലീറ്റ് പാക്കേജ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. തികച്ചും സൗജന്യമാണ്. യാതൊരു രീതിയിലുള്ള ഹിഡൻ ചാർജുകളോ ഇതിലില്ല, മറ്റു ഉദ്ദേശങ്ങളോ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും ആർക്കെങ്കിലും ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ മെസ്സേജ് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, വാട്സാപ്പ് ചാനലിൽ അംഗമാവുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.